അപകടത്തിൽപ്പെട്ട രക്തം വാർന്ന റോഡിൽ കിടന്നയാളെ ആശുപത്രിയിലെത്തിക്കാൻ വാഹനയാത്രക്കാർ തയ്യാറാവാഞ്ഞതോടെ ബസ് ആംബുലൻസായി. ദേശീയപാതയിൽ വടകര ആശ ആശുപത്രിക്ക് സമീപം കഴിഞ്ഞ ദിവസം രാവിലെ ബസ്സിടിച്ച് പരിക്കേറ്റ ബൈക്ക് യാത്രികനെയാണ് ബസ്സിൽ ആശുപത്രിയിലെത്തിച്ചത്. വടകര തൊട്ടിൽപ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഏഞ്ചൽ ബസ് ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ട പഴങ്കാവ് സ്വദേശി വലിയ കിഴക്കയിൽ സുധീന്ദ്രനെ വടകര ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ വെച്ച് ഇദ്ദേഹം മരണപ്പെട്ടു. തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് ഇദ്ദേഹത്തിന്റെ ബൈക്കിൽ ഇടിച്ചത്. റോഡിൽ വീണ് കിടന്ന ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിക്കാൻ കാറുകൾക്കും ഓട്ടോറിക്ഷകൾക്കും ഉൾപ്പെടെ വാഹനങ്ങൾക്ക് കൈ കാണിച്ചെങ്കിലും ആരും നിർത്തിയില്ല. ഈ സമയം ഇതുവഴി യാത്രക്കാരുമായി വന്ന ഏഞ്ചൽ ബസ് ഡ്രൈവർ ബിജുവും കണ്ടക്ടർ റിയാസും ഇവിടെ ഇറങ്ങി മറ്റുള്ളവരുടെ സഹായത്തോടെ ഇദ്ദേഹത്തെ ബസ്സിലേക്ക് കയറ്റുകയായിരുന്നു. ശേഷം ഹോൺ മുഴക്കി ആംബുലൻസ് കണക്കെ ബസ് ആശുപത്രിയിലേക്ക് കുതിച്ചു. ആശുപത്രിയിൽ ഇദ്ദേഹത്തെ എത്തിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷമാണ് ഇവർ തൊട്ടിൽപ്പാലത്തേക്ക് തിരിച്ചത്. സമയം വൈകിയതിനാൽ ട്രിപ്പ് കട്ടായി. എങ്കിലും ഒരു ജീവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചതിന്റെ ആശ്വാസത്തിലാണിവർ. ഈ സമയം അത്രയും ബസ്സിലെ യാത്രക്കാരും സഹകരിച്ചു. റോഡിൽ ഒരാൾ ജീവന് വേണ്ടി പിടയുമ്പോൾ നിർത്താതെ പോകരുതെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അപകടം ആർക്കും എപ്പോഴും സംഭവിക്കാം. ഞാൻ ഇവിടെ നിന്ന് 7:23 ട്രിപ്പ് എടുത്ത് പോന്ന തൊട്ടിൽപ്പാലത്തേക്ക്. അപ്പോൾ ആശ കഴിഞ്ഞേരെ ഞാൻ വണ്ടി ദൂരെ നിന്ന് കാണുന്നുണ്ട് ബസ്. എന്നിട്ട് ആശ കഴിഞ്ഞതിന് ശേഷം ഈ ബസ് നിർത്തിയിട്ടാണ് കാണുന്നത്. അപ്പോൾ അരുത്ത് നോക്കുമ്പോൾ ബൈക്ക് ചെരിഞ്ഞ് വീണിട്ടാളെ ഒരാളിങ്ങനെ തലകുത്തിയിട്ട് മറിഞ്ഞെടുത്തില്ല ആളുടെ വീണെടുത്തിൽ. അപ്പോൾ മുന്നിൽ പോകുന്ന കാറും 2 ഓട്ടോറിക്ഷക്കെല്ലാം കൈയാട്ടുന്നുണ്ട്. അതിലെ പണിക്കാർ കണ്ടക്ടറും ഡ്രൈവറെല്ലാം. പക്ഷെ ആരും നിർത്തുന്നില്ല. ഇങ്ങനെ ഓടിച്ചിട്ടങ്ങ് പോകുന്ന അവിടുന്ന്. അപ്പോൾ ഞാൻ അവിടെ നിർത്തി. ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വേഗം കാറ്റിക്കോന്ന് പറഞ്ഞ് ബസ് കാറ്റിക്കോന്ന് പറഞ്ഞ് സ്റ്റെപ്പിന് കണക്കായിട്ട് അവിടെ നിർത്തിക്കൊടുത്ത് അങ്ങനെ പൈതലും വേറെ ഡ്രൈവറിലുണ്ടേനും എല്ലാം കൂടിയിട്ട് വണ്ടി കാറ്റി. പിന്നെ അങ്ങനെ തന്നെ എടുത്തിട്ട് പാർക്കോലേക്ക് കൊണ്ടുപോയി, ഹോസ്പിറ്റലിലേക്ക് കേശാറ്റിലേക്ക് കൊണ്ടുപോയി ബസ് അടക്കം. എന്നിട്ട് അവിടെ ഇറക്കി ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നിട്ട് നമ്മൾ ഇങ്ങ് പോകുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് രക്തമെല്ലാം ഉണ്ടായിരുന്നു. അവിടുന്ന് വെള്ളമെല്ലാം എടുത്ത് മൊത്തം കഴുകി സ്റ്റെപ്പെല്ലാം. പിന്നെ ഉള്ള ആൾക്കാരെയും കൊണ്ട് തൊട്ടിൽപ്പാലത്തേക്ക് പോയി ബോർഡെല്ലാം എടുത്ത് വെച്ചിട്ട് കാലി പോയി തൊട്ടിൽപ്പാലത്തേക്ക് അങ്ങനെ ഇങ്ങോട്ട് ട്രിപ്പ് എടുത്ത്. എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്. MJ Asha Multi Speciality Hospital.